ആലപ്പുഴയിലെ ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. വീട്ടിൽ വൈകി എത്തിയതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെയാണ് ജാസ്മിനെ അച്ഛൻ ജോസ്മോൻ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി പുറത്തുവരുന്ന വിവരം. കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ചാണ് കഴുത്ത് ഞെരിച്ചത്. ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. 24 ബ്രേക്കിംഗുമായി അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് ചേരുകയാണ്. അശ്വിൻ, ശരിക്കും ഒരു വാക്കുതർക്കത്തിൻ്റെ പേരിൽ, ചെറിയൊരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായി, അതൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു. ഒരച്ഛൻ എങ്ങനെയാണ് ഒരു മകളെ കഴുത്ത് ഞെരിച്ച് ഇങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുന്നത് എന്ന് ശരാശരി മലയാളിക്ക് മനസ്സിലാക്കാനും കഴിയില്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെയാണ് ഈ ജാസ്മിൻ്റെ മരണം ഉറപ്പിക്കുന്നത്. അതിന് മുൻപ് വീട്ടിൽ നടന്ന ചില പ്രശ്നങ്ങളാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് ജോസ്മോൻ ഇന്നലെ പോലീസിന് നൽകിയ മൊഴി. ജോസ്മോൻ്റെ ഭാര്യ, അവരുടെ അച്ഛൻ, അമ്മ എന്നിവരടങ്ങുന്ന ഒരു കുടുംബമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ജോസ്മോൻ്റെ 2 പെൺകുട്ടികളാണ്. 2 പേരെയും വിവാഹം കഴിച്ച് അയക്കുകയും ചെയ്തു. അതിൽ ജാസ്മിൻ ഭർത്താവുമായി ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2 മാസക്കാലമായി ഈ ജോസ്മോൻ്റെ വീട്ടിലാണ് താമസം. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി രാത്രി വൈകി എത്തുന്നതും രാത്രി വൈകിയുള്ള യാത്രകളുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടുകാരൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അത് മിനിങ്ങാന്ന് രാത്രി ഒരു തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. അത് കുടുംബമടക്കം, അമ്മയും വല്യച്ഛനും വല്യമ്മയും ജോസ്മോനും അടക്കം ഈ കാര്യം ജാസ്മിനെ വീട്ടിലെത്തുമ്പോൾ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൽ പ്രകോപിതയായിരുന്നു ജാസ്മിൻ. അങ്ങനെയാണ് ഈ കുടുംബവുമായി ജാസ്മിൻ ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നത്. ആ തർക്കത്തിനിടെ ജാസ്മിൻ്റെ കഴുത്തിൽ 2 കൈകൊണ്ടും ഞെരിക്കുകയും ഭിത്തിയിലേക്ക് ചേർത്ത് വയ്ക്കുകയുമാണ് ഉണ്ടായത്. അവിടെ വെച്ച് ഈ സമയം ജാസ്മിൻ അബോധാവസ്ഥയിലാവുകയും അവിടെ നിലത്തേക്ക് വീഴുകയും ചെയ്തു. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന അമ്മയും വല്യമ്മയും വല്യച്ഛനും പരിഭ്രാന്തരായി. അവരെ ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, മുറിയിലേക്ക് പോക്കൂ, കിടന്നോളൂ എന്ന് പറഞ്ഞ് ജോസ്മോൻ തന്നെയാണ് അപ്പുറത്തേക്ക് മാറ്റിയത്. പിന്നീട് ഈ ജാസ്മിനെ വീണ് കിടന്നിടത്ത് നിന്ന് ജാസ്മിൻ്റെ തന്നെ കിടപ്പുമുറിയിലേക്ക് ജോസ്മോൻ കൊണ്ടുപോയി. അവിടെ കട്ടിലിൽ കിടത്തി റൂമിലുണ്ടായിരുന്ന തോർത്തുകൊണ്ട് കഴുത്തിൽ കുരുക്കി മരണം സ്ഥിരീകരിക്കാൻ വേണ്ടി അത്തരത്തിലൊരു നടപടി കൂടി ജോസ്മോൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. മരണം ഉറപ്പിച്ച ശേഷം കട്ടിലിൽ സ്വാഭാവിക രീതിയിൽ കിടന്നുറങ്ങുന്ന രീതിയിൽ മൃതദേഹം വെച്ച ശേഷം കതകടച്ച് ജോസ്മോൻ ഒന്നും അറിയാതെ ഭാര്യയ്ക്കൊപ്പം പോയി കിടക്കുകയാണ് ചെയ്തത്. ആ രാത്രി ഈ കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ജോസ്മോൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പിന്നീട് തൊട്ടടുത്ത ദിവസം, അതായത് ഇന്നലെ രാവിലെ സ്വാഭാവികമെന്നോണം ജോസ്മോൻ എണീക്കുകയും മകളെ വിളിച്ചിട്ട് എണീക്കുന്നില്ല, ബോധാവസ്ഥയിൽ റൂമിൽ കിടക്കുന്നുവെന്ന് വീട്ടുകാരോട് പറയുകയും വീട്ടുകാരത് അയൽവാസികളെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവരെത്തിയാണ് ജാസ്മിനെ ആശുപത്രിയിലേക്ക് നീക്കാനുള്ള നടപടികൾ ചെയ്തത്. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് പഞ്ചായത്ത് മെമ്പറടക്കം ഇന്നലെ നമുക്ക് പ്രതികരണമായി നൽകിയത്. പിന്നീട് ആശുപത്രിയിലെത്തി ഡോക്ടർമാർക്ക് തോന്നിയ ചില സംശയങ്ങളാണ് ഈ കുടുംബക്കാരെ ചോദ്യം ചെയ്യുന്നതിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതിൽ ജോസ്മോൻ തന്നെ കുറ്റം സമ്മതിക്കുകയായിരുന്നു. പക്ഷേ ഇത്രത്തോളം ക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന് ഇന്നലെ ജോസ്മോൻ പറഞ്ഞിരുന്നില്ല. പിന്നീട് 6-7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി വരെ തുടർന്നു. ആ ചോദ്യം ചെയ്യലിലാണ് എല്ലാ കുറ്റങ്ങളും ജോസ്മോൻ തന്നെ ഏറ്റുപറഞ്ഞത്. നിലവിൽ എന്തായാലും ജോസ്മോൻ മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലാണോ? അറസ്റ്റ് ഇന്നലെ രാത്രിയോടുകൂടി രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയ ശേഷം തെളിവെടുപ്പടക്കം ഉണ്ടാകും. എന്തായാലും ഈ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഇന്നലെ ജോസ്മോൻ തന്നെ പോലീസിനോട് പറഞ്ഞു. ജോസ്മോൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയാണ്, ഒപ്പം സെക്യൂരിറ്റി ജോലി അടക്കം ചെയ്തു പോരുന്ന ഒരാളാണ്. നമ്മൾ ഇന്നലെ അവിടുത്തെ വീട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ, ആർക്കും ഈ ഒരു നാട്ടുകാരുമൊക്കെ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഈ കുടുംബത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉള്ളത്. കാരണം അത്രത്തോളം സൗമ്യമായ ഇടപെടലൊക്കെ നടത്തുന്ന ആളാണ്. പക്ഷേ ഇത്തരത്തിലൊരു തർക്കം പെട്ടെന്ന് പ്രകോപനത്തിലേക്ക് പോയി. കൊലപ്പെടുത്തുന്ന ഉദ്ദേശത്തോടു കൂടിയാണോ അല്ലയോ എന്ന് ജോസ്മോൻ പറഞ്ഞിട്ടില്ല. എന്തായാലും ആ ഒരു അബദ്ധത്തിൽ അബോധാവസ്ഥയിലാകുന്നു. പിന്നീട് അത് കൊലപാതകത്തിലേക്ക് നയിക്കാൻ ജോസ്മോനെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഓമനപ്പുഴ എന്ന ആലപ്പുഴയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നടന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന അവസ്ഥ. എന്തായാലും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ജാസ്മിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. SK.